ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ വാർക്ക് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു ബട്ടർ ചിക്കൻ ആണ്. അതിന് വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കിയ 750 ഗ്രാം ചിക്കൻ ചെറിയ പീസായി മുറിച്ചതാണ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഹാഫ് കപ്പ് തിക്ക് കേർഡ് ചേർക്കുന്നുണ്ട്. അതുപോലെ 2 ടീസ്പൂൺ ചില്ലി പൗഡറും 1 ടീസ്പൂൺ റോസ്റ്റഡ് കുമിൻ പൗഡറും അതുപോലെ 1 ടീസ്പൂൺ കോറിയാണ്ടർ പൗഡറും 1 ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസും ആവശ്യത്തിന് സാൾട്ടും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മണിക്കൂർ നേരം നമുക്കിത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. 2 മണിക്കൂറിന് ശേഷം ഇത് ഗ്രില്ല് ചെയ്യാം പാനിൽ വെച്ചിട്ട്. ഞാനിപ്പോൾ ഇവിടെ എയർ ഫ്രയറിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് എയർ ഫ്രയർ ആദ്യം ഒരു 4 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. 4 മിനിറ്റിന് ശേഷം എയർ ഫ്രയർ ഓപ്പൺ ആക്കിയിട്ട് അതിൻ്റെ പാനിൻ്റെ അടിവശത്ത് നല്ലതുപോലെ ബട്ടർ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ചിക്കൻ ഓരോന്നായിട്ട് നിരത്തി വെച്ചതിന് ശേഷം അതിൻ്റെ ചിക്കൻ്റെ മുകളിലും ബട്ടർ അപ്ലൈ ചെയ്തതിന് ശേഷം 180 ഡിഗ്രിയിൽ 8 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കുക. 8 മിനിറ്റിന് ശേഷം എയർ ഫ്രയർ തുറന്നിട്ട് ഇത് നമുക്കൊന്ന് മറിച്ചിടണം. എന്നിട്ട് അവിടെയും ബട്ടറൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 8 മിനിറ്റ്സും കൂടി നമുക്ക് വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കുക. ചിക്കൻ്റെ പീസ് വലുതാണെങ്കിൽ ടൈം കുറച്ച് വ്യത്യാസം വരും. അതുപോലെ വോൾട്ടേജിൻ്റെ വ്യത്യാസത്തിലും ടൈം അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇനി നമുക്ക് ബട്ടർ ചിക്കൻ്റെ ഗ്രേവി തയ്യാറാക്കാം. അതിനൊരു മീഡിയം സൈസ് 2 ഒനിയനും 3 ടൊമാറ്റോയും ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു കടായി ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ റീഫൈൻഡ് ഓയിലും 2 ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്ത് നമുക്ക് ബേ ലീവ്സ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒനിയൻ ചേർത്തിട്ട് ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആകുമ്പോഴേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിലേക്ക് ചേർക്കാം. കൂടെ തന്നെ ഒരു 12-15 കാഷ്യൂ നട്ടും കൂടി ചേർക്കണം. അതുപോലെ 1.5 ടീസ്പൂണോളം കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പച്ചമണം മാറി വരുമ്പോഴേക്ക് അരിഞ്ഞു വെച്ച ടൊമാറ്റോ ചേർത്ത് നല്ലതുപോലെ മാഷ് ആയി വരുന്നവരെ കുക്ക് ചെയ്യണം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലതുപോലെ പേസ്റ്റായിട്ട് അരിച്ചെടുക്കണം. ഈ അരച്ചെടുത്ത അരപ്പ് ഞാനൊരു സ്ട്രെയിനറിലൂടെ സ്ട്രെയിൻ ചെയ്തെടുക്കുന്നുണ്ട്. നിർബന്ധമില്ല, വേണം ചെയ്താൽ മതി. ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇതിലേക്ക് ഞാനൊരു ആവശ്യത്തിനനുസരിച്ചിട്ട് ഈ ഗ്രേവിയുടെ തിക്നെസ് നോക്കിയിട്ട് വെള്ളം ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീം ചേർക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും ഒരു ടീസ്പൂണോളം ഗരം മസാല പൊടിയും ഫെനുഗ്രീക്ക് ലീവ്സ് ഇല്ലേ, ഡ്രൈഡ് ബേത്തി ലീവ്സ് ഡ്രൈ ചെയ്തത്, അത് ഇങ്ങനെ കൈകൊണ്ട് പൊടിച്ച് അതും 1 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. ഇപ്പൊ സാൾട്ട് ഒന്ന് ചെക്ക് ചെയ്യണം. നല്ലതുപോലെ തിളച്ച് വരുമ്പം കോറിയാണ്ടർ ലീവ്സ് ചേർക്കുന്നത്. ഇതിന് ഞാൻ തന്നെ ഉണ്ടാക്കിയ ബട്ടർ നാനിൻ്റെ കൂടെയാണ് ഇത് സെർവ് ചെയ്യുന്നത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.